മാങ്ങയും പരിപ്പും വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റുള്ള കറി ഉണ്ടാക്കിയാൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാനൊരു അരക്കപ്പ് പരിപ്പാണ് കേട്ടോ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഇതിലോട്ട് ഒരു ചെറിയ സവോള കട്ട് ചെയ്തതും പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി അല്ലിയും വലിയൊരു മാങ്ങയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പകുതിയാണ് എടുക്കുന്നത്. പകുതി മാങ്ങ കട്ട് ചെയ്തതും പിന്നെ ഇതിലോട്ടൊരു 2 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പച്ചമാങ്ങ കിട്ടുകയാണെങ്കിൽ പരിപ്പും പച്ചമാങ്ങയും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാനൊരു 3 വിസിൽ വന്നപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ മാങ്ങയും പരിപ്പൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലോട്ടൊരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് താളിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് തന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. കടുകും പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലോട്ട് 2 ഉണക്കമുളക് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കറിവേപ്പിലയും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. മാങ്ങ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.